الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും ജീവിത നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പുലർത്തി ഏറ്റവും നല്ല മുത്തഖിയും മുവഹിദുമായി തീരുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊരു പൂർത്തീകരണം, ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തനത്തോട് പൂർണ്ണ മനസ്സോടുകൂടെ ചെയ്യുമ്പോഴാണ് അതിൽ സംതൃപ്തി ലഭിക്കുക. ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ എന്ന് വേണ്ട, ദൈനംദിന കാര്യങ്ങളിൽ നാം ഇടപഴകുന്ന ഓരോ കാര്യങ്ങളിലും അത്തരം ഒരു മനസ്സംതൃപ്തി ലഭിക്കുക എന്നതാണ് മനുഷ്യന്റെ ജീവിത വിജയമായി കണക്കാക്കുന്നത്. സമ്പത്ത് ധാരാളമുണ്ട് എങ്കിലും മനസ്സിനൊരു സംതൃപ്തിയും സമാധാനവും ഇല്ല എന്ന് വന്നാൽ, ആരോഗ്യം ഉണ്ട്, അതോടൊപ്പം തന്നെ ജോലിയും കാര്യങ്ങളും മക്കളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷേ മനസ്സിനൊരു സുഖമില്ല, ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് പറയപ്പെടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം അർത്ഥമില്ലാത്തതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് ദഅവത്തിന് വേണ്ടി, ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി പറഞ്ഞയച്ച ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം, അതിൽ വിശാലമായി 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ മനസ്സിലാകുന്നത് അവർ അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും സംതൃപ്തരായിരുന്നു. അവർ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങൾക്കും അവർക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു.
ദഅവയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ സമൂഹത്തിൽ നിന്നാകട്ടെ അല്ലാത്ത കുടുംബങ്ങളിൽ നിന്നാകട്ടെ ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അവർ മനസ്സമാധാനം കണ്ടിരുന്നു, സംതൃപ്തി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ മുഴുക്കയും മുഴച്ചു നിന്നിരുന്ന വിഷയങ്ങളിൽ ഒന്ന് അള്ളാഹുവിനോട് മനസ്സിന് സംതൃപ്തി ഉണ്ടാകാനും ഹൃദയ വിശാലത ഉണ്ടായിത്തീരുന്നതിനുമുള്ള പ്രാർത്ഥനയാണ്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയമെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉലുൽ അസ്മുകളിൽ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളിൽ അധികവും അദ്ദേഹത്തിന്റെ ദഅവത്തും ആ ദഅവത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളുമായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ആ പ്രതിസന്ധികൾ അദ്ദേഹം തരണം ചെയ്ത രീതി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിപ്രകാരം അല്ലെങ്കിൽ ആജ്ഞാപ്രകാരം അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് പോകാൻ വേണ്ടിയുള്ള കൽപ്പന കിട്ടുമ്പോൾ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന قال رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري. പടച്ചോനെ, ഞാൻ തയ്യാറാണ്, പോകാൻ തയ്യാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ അതിന് പോകാൻ തയ്യാറാണ്. ഇന്നലെ വരെ, ഈ സമയം വരെ യഹൂദരായിരിക്കുന്ന ആളുകളോട്, ബനൂ ഇസ്രായേലുകളോട് ഏറ്റവും ക്രൂരമായി പെരുമാറുകയും ഇവിടെ ഒരു ആണ് ജനിക്കുമ്പോൾ ആ ആണിനെ കൊലപ്പെടുത്താൻ വേണ്ടി ആജ്ഞാനിർദ്ദേശം നൽകുകയും അതിനടിസ്ഥാനത്തിൽ അവന്റെ കിങ്കരന്മാർ വന്ന്, പടയാളികൾ വന്ന് വീട് തെരഞ്ഞ് ഓരോ ആൺകുട്ടികളെയും വധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് എന്നെ നീ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്, എന്നെയും എന്റെ അനുജനെയും അല്ലെങ്കിൽ ജ്യേഷ്ഠനെയും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്, ഫിർഔന്റെ അടുക്കൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ പോകാൻ തയ്യാറാണ്. റബ്ബി ഇശ്റഹ് ലി സദ്രി. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്കെയും മാനസികമായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതോടൊപ്പം അങ്ങോട്ട് പ്രതിബന്ധിക്കാനുമുള്ള മാനസിക വിശാലത പടച്ചോനെ നീ എനിക്ക് ഉണ്ടാക്കി തരണം. ഒരു കുടിസ് അനുഭവിക്കരുത്, മാനസികമായ ഒരു പ്രയാസം, ഒരു ഇടങ്ങേറ് ഉണ്ടാക്കരുത്, എനിക്ക് മാനസിക വിശാലത ഉണ്ടാക്കി തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ചലനങ്ങളിൽ സംസാരങ്ങളിലൊക്കെയും വളരെ സംതൃപ്തമായിരിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, തന്മയത്വത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഉണ്ടായിത്തീരേണ്ടുന്ന, എന്നാൽ ഇല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതം ദുസ്സഹമാകുന്ന ഒരു കാര്യമാണ് ഹൃദയ വിശാലത എന്നുള്ളത്. വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഒരു കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് വിശ്വാസികൾ ഹൃദയ വിശാലതയുള്ളവരായി തീരണമെന്നും ഇൻശിറാഹു സദർ അഥവാ ഉൾക്കൊള്ളാനുള്ള കഴിവും അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും വിശ്വാസികളെ ഉണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനും വിശ്വാസികളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ ഹൃദയ വിശാലത ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനും റസൂലും നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. റമദാൻ കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത മാസത്തിലേക്ക് പ്രവേശിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെതായ ഒരു ചൈതന്യം സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുക മാത്രമല്ല, മറ്റുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുമ്പേ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പിന്നെയും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പൊ അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 5 കാര്യങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ, വിശ്വാസിയുടെ ഹൃദയം വിശാലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള, അഥവാ മനുഷ്യന്റെ മനസ്സ് എന്തിനേയും ഉൾക്കൊള്ളാനും നല്ലതിനെ സ്വീകരിച്ചുകൊണ്ട് മോശമായതിനെ തള്ളാനുമുള്ള പ്രവണത ഉണ്ടായിത്തീരാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആൻ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ഒന്നാമത്തത് ഹൃദയ വിശാലത ഉണ്ടായിത്തീരണമെങ്കിൽ തൗഹീദ് നന്നാവുക എന്നുള്ളതാണ്. മനസ്സിൽ തൗഹീദ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല.
ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളും അവൻ തരണം ചെയ്യുന്നത് ആ ഒരൊറ്റ നാമം കൊണ്ടാണ്. അല്ലാഹു എന്ന നാമം കൊണ്ട് അവന് തരണം ചെയ്യാൻ പറ്റും. അവന്റെ എത്ര വലിയ പ്രശ്നങ്ങളെയും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അവന് മനസ്സ് വന്നു കഴിഞ്ഞാൽ മറ്റാരുടെയും അടുക്കലേക്ക്, അത് ബാബയുടെയോ ബീവിയുടെയോ തങ്ങന്മാരുടെയോ കബറാളികളുടെയോ അങ്ങനെയുള്ള ആരുടെയെങ്കിലും അടുക്കലേക്ക് തന്റേതായിട്ടുള്ള കാര്യങ്ങൾ സമർപ്പിക്കാത്ത ഒരു വിശ്വാസിയെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് അവന്റെ ഹൃദയത്തിൽ മറ്റുള്ളതിനെ എല്ലാം തന്നെ ഉടച്ചു വാർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നാമതായിട്ട് അല്ലാഹു പറയാണ്, അവന് മാനസിക വിശാലത കിട്ടും. ഖുർആൻ തന്നെ എടുത്ത് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരെങ്കിലും അല്ലാഹു നേരെയാക്കാനും ഹിദായത്തിലാക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ, അഥവാ ഇസ്ലാമിന്റെ ഒന്നാമത്തെ മാനദണ്ഡം, ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഈമാൻ ശരിയാകണമെങ്കിൽ അവൻ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ആ കാര്യത്തിലേക്ക് അവന് മാനസികമായ വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളുക. അഥവാ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളും തന്നെ എന്റെ ആരാധനക്കർഹനായി, ഞാൻ വിളിച്ചാൽ കേൾക്കുന്ന, എനിക്ക് പ്രയാസങ്ങൾ പറയാനുള്ള ഏതേത് കാര്യങ്ങളെയും അവതരിപ്പിക്കാൻ എനിക്ക് എന്റെ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുള്ളത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഒന്നാമത്തെ സാക്ഷ്യം. ആ സാക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. ഇസ്ലാമിലേക്കുള്ള പ്രവേശനവും ഇസ്ലാമിലേക്കുള്ള സഞ്ചാരവും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. ആരെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എന്നാൽ ഹൃദയ വിശാലതയില്ലാതെ ആരെങ്കിലും അല്ലാഹു ആ ഹിദായത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിരിക്കും. ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിരിക്കും, പിടുത്തപ്പെട്ടവനെ പോലെയായിരിക്കും. ഒരു സഞ്ചാരത്തിനും ഒരു ചിന്തക്കും ഒരു കാര്യത്തിനും ഇറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. മാനസിക വിശാലതയില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന പ്രശ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇസ്ലാമിനെ അഥവാ തൗഹീദിനെ ഉൾക്കൊണ്ടാൽ അവന്റെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൈർമല്യമുള്ളതാക്കി തീർക്കും. എന്നാൽ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഊണിലും ഉറക്കിലും അവന് സമാധാനം ഉണ്ടാവില്ല. ഏതേത് കാര്യത്തിന് തിരിയുമ്പോഴും അവന് പേടിയാണ്, എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴേക്കും അവന് സംശയമാണ്, എന്തെന്ത് വിഷയങ്ങൾ തീരുമാനിക്കുമ്പോഴേക്കും അവൻ ആവലാതികളാണ്. അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുകയും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും എന്റെ കാര്യത്തിൽ എന്റെ റബ്ബുണ്ടെന്ന വിഷയം അവനെ എപ്പോഴും അവരെ മതിക്കും എന്നുള്ളതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ അവന്റെ ഹൃദയത്തെ വിശാലത ഉൾക്കൊള്ളാൻ കഴിയിട്ടുണ്ടെങ്കിൽ അവന്റെ രക്ഷിതാവിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള, റബ്ബിൽ നിന്നുള്ള നൂറിലാണ് അവരുള്ളത്, പ്രകാശത്തിലാണ് അവരുള്ളത്. ആ പ്രകാശം അവന്റെ മനസ്സിന് എപ്പോഴും വിശാലത ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഹൃദയ വിശാലത ഉണ്ടാകണമെങ്കിൽ, നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധമായ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഒന്നാമത് അള്ളാനെ വിട്ടിട്ടുള്ള ഒരു കളി ഉണ്ടാവില്ല. ഏത് കാര്യത്തിലും പടച്ചോനെ തവക്കുലാക്കാനുള്ള വിഷയം, അത് ഏത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അള്ളാഹുവിനെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ ഓർമ്മകൾ മനസ്സിനെ എന്നും നനവുള്ളതാക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലദീന ആമനു, വിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും, അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിന് ശാന്തമായ അവസ്ഥയുണ്ടാവും. ദിക്റില്ല, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം അല്ലാഹുവിന്റെ ഓർമ്മകൾ കൊണ്ട്, അല്ലാഹുവിന്റെ ദിക്റുകൾ കൊണ്ട് മാത്രമാണ് ഹൃദയം ഏറ്റവും നല്ല രൂപത്തിലായി തീരുന്നത്, ശാന്തമായി തീരുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാം, എന്നാൽ എന്റെ ദിക്റുകളെ കുറിച്ച് ആരെങ്കിലും അവഗണിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുണ്ടാകുന്നത് മാനസിക കുരുസതയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഖുർആൻ അങ്ങനെ തന്നെ എടുത്തു പറയുന്നു. അല്ലാഹുവിന്റെ ദിക്റുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്
അല്ലാഹു പറയാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സുകൾക്ക് ശാന്തതയും വിശാലതയും ഉണ്ടായിത്തീരാൻ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായാൽ മതി. എന്നാൽ വമൻ അഅറദ അൻ ദിക്രി, എന്നെ കുറിച്ചുള്ള എന്റെ ഓർമ്മകളിൽ നിന്ന് ആരെങ്കിലും അവഗണിച്ച് മാറി നിന്ന് സഞ്ചരിക്കുകയാണെങ്കിലോ ഫഇന്നലഹു മഈശതൻ വൻക, അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഒന്നും കാണാത്തവനെ പോലെ മനസ്സിലാകാത്തവനെ പോലെ അന്ധനായിട്ടായിരിക്കും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക നാളിൽ ഹാജരാക്കുകയും ചെയ്യുക. അവിടെ സമാധാനം ഉണ്ടാവില്ല. ദുനിയാവിലൊരു സന്തോഷവും സമാധാനമാണ്, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, മക്കളുണ്ട്, മരുമക്കളുണ്ട്, എല്ലാ വാഹനങ്ങളുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സമാധാനമല്ല. എന്താ കാരണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അതാണ്. അള്ളാഹിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കൂ എങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിന് കുടിശ്ശിക കൊടുക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമുക്ക് നോമ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും അതുണ്ടാകണമെന്നാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയാം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ വിശ്വാസികളും അല്ലാഹുവിനെ ഏത് സമയങ്ങളിലും സൂക്ഷിക്കുന്നവരുമാകും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾക്ക് ഒരു പേടിയും ഒരു ബേജാറും ഒരു പ്രശ്നം. ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വേഷവിധാനമുള്ളവരൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അല്ലാഹുവിന്റെ വലിയവരിൽപ്പെട്ടവരായിരിക്കും. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയും അവനിൽ തഖ്വയുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് ഖുർആൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഹുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. വഫിൽ ആഖിറതി, അതോടൊപ്പം തന്നെ ആഖിറത്തിലും അവർക്ക് സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ലാ തബ്ദീല ലികബിൽ കലിമാത്തില്ലാഹി ദാലിക ഹുവൽ ഫൗസുൽ അദീം. അത് ഏറ്റവും വലിയ വിജയമാണല്ലോ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഹൃദയ വിശാലത ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാര്യം ഖുർആൻ പഠിപ്പിച്ചിരുന്നത്, അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നമുക്കറിയാലോ, വിശ്വാസികൾക്ക് സമയമായില്ലേ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും ഖുശൂഉം മനസ്സിൽ ഉയർത്തിക്കൊണ്ട് ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നടക്കാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഖുർആൻ നമ്മോട് സംസാരിച്ചത് അങ്ങനെയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടെങ്കിൽ ഹൃദയം എപ്പോഴും വിശാലമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്താൻ. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹജീവികളായിട്ടുള്ള ആളുകളോട്, മനുഷ്യരോട്, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, ഇഹ്സാൻ ഉണ്ടാവുക. ഒപ്പം എന്തെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ തന്നെ സഹജീവികളെ സഹായിക്കുകയും ദാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ പറഞ്ഞു, അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് വിശാലത കൊടുക്കും. ഒന്നുമില്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിൽ പോലും ഹൃദയം ശുദ്ധമായി നടക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രശ്നം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല, ഒരു വേവലാതി ഉണ്ടാവില്ല. ദാരിദ്ര്യമൊക്കെ ആയിരിക്കും, അന്നന്നത്തെ പിന്നെ അഷ്ടിക്ക് വേണ്ടി, അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്നന്ന് അധ്വാനിച്ചിട്ട് വേണം. ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അവനെപ്പോഴും ചിരിച്ചും സമാധാനത്തോടും സന്തോഷത്തോടെയും കൂടെ ജീവിക്കുന്നത് കാണാൻ പറ്റും. അതിന്റെ കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോടും മനസ്സിൽ കെറുവ് വിചാരിച്ച് നടക്കാത്തവൻ, ആരോടും മനസ്സിൽ ഒരു പ്രയാസവും ഇല്ലാത്തവൻ, ആരെക്കുറിച്ചും പ്രയാസങ്ങൾ പറയാത്തവൻ അഥവാ ദുഷിച്ചു പറയാത്തവൻ, അവന്റെ മനസ്സിൽ ആരോടും ദുഷിച്ച ചിന്തകളോ വർത്തമാനങ്ങളോ ഇല്ല. അതോടൊപ്പം തന്നെ കൊണ്ട് കഴിയുന്നത് എന്തോ അത് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവൻ എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സമാധാനം അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്താം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാം വസ്തഈനൂ ബിസ്സബ്രി വസ്സലാം വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിസ്കാരവും അതോടൊപ്പം തന്നെ ക്ഷമയും കൈ മുതലാക്കിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിആനത്ത് ചെയ്തോളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ, സഹായം അർപ്പിച്ചുകൊള്ളൂ. തീർച്ചയായും നമസ്കാരം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കല്ലാത്തവർക്കൊക്കെയും നിസ്കാരം വലിയ ബേജാറും കനപ്പെട്ട കാര്യമായിരിക്കും. അതൊരു കീറാമുട്ടിയായിരിക്കും. അതിങ്ങനെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്കും ബേജാറും അല്ലെങ്കിൽ നിസ്കരിക്കണല്ലോ എന്ന് തോന്നുന്നു.
നേരെ മറിച്ചോ നിസ്കാരം നിലനിർത്തി ഈ തഖ്വയും അതോടൊപ്പം തന്നെ ഖുശൂഉം കൈമുതലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരം എളുപ്പവും അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്കുള്ള അടുപ്പവും കൂടുതലാക്കി കൊടുക്കുന്നുണ്ട്. ഹൃദയത്തിന് വിശാലത ഉണ്ടെങ്കിൽ നിസ്കാരത്തിനോട് അങ്ങനെ ഒരു സമീപനം മനുഷ്യൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലോ നിസ്കാരത്തിനായാലോ എന്ന ആ ഒരു വേജാറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ജമാഅത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി ജമാഅത്തിന് വരുന്നുണ്ടോ, നമുക്ക് നമ്മുടെ മനസ്സിൽ മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ നിർദ്ദേശവും നമുക്ക് കാണാൻ പറ്റും. വലഖദ് നഅലമു അന്നക യദീഖു സദ്റക ബിമാ യഖൂലൂൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാവും, അടുത്തവരിൽ നിന്നും അകന്നവരിൽ നിന്നുണ്ടാവും, കൂട്ടുകാരിൽ നിന്നുണ്ടാവും. കാരണം നീ നിർവഹിക്കുന്ന ജോലിയും ഉത്തരവാദിത്വവും അത്രമേൽ പ്രയാസമുള്ള കാര്യമാണ്. ഏകനായ അല്ലാഹുവിലേക്ക് ബഹുദൈവാരാധകരായിരിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ ശീലം മാറ്റിയിട്ട് ഏകനായ തമ്പുരാനിലേക്ക് അല്ലാഹുവിലേക്ക് വിളിക്കാൻ ആ കാര്യം തീർച്ചയായും പ്രശ്നമുഖരിതമാണ്. എങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവർ പറയുന്ന ആക്ഷേപങ്ങൾ കൊണ്ട് നിനക്ക് നിന്റെ മനസ്സിന് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ നിന്റെ റബ്ബിനെ കുറിച്ചുള്ള നിന്റെ റബ്ബിനോടുള്ള ഹംദുകളെ നീ എന്ത് ചെയ്തുകൊള്ളൂ, വർദ്ധിപ്പിച്ചുകൊള്ളൂ. നിസ്കരിക്കുകയും ചെയ്യുക, സുജൂദ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നിന്റെ മനസ്സിന് ശാന്തതയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടാകുന്ന സമയങ്ങളിൽ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുള്ള വർത്തമാനം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. عن سالم بن ابي الجعد سالم بن ابي الجعد പറയാ قال رجل قال مسعر എന്നോ മറ്റോ പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിൽ അല്പം സംശയമുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാൻ, അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, അറാഹു മിൻ ഖുസാഅത്തിൽ ലൈതനി സല്ലൈതു ഫസ്തറഹ്തു ഫകഅന്നഹു മആബു ദാലിക അലൈഹി. നിസ്കാരമാകുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ നിസ്കരിച്ചെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രം നിസ്കരിക്കുക, പ്രശ്നതയിൽ തോന്നുമ്പോഴേക്ക് നിസ്കരിക്കുക എന്ന് കളിയാക്കുമായിരുന്നു എന്ന് അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആക്ഷേപം അല്ലെങ്കിൽ ആ പ്രശ്നം അല്ലാഹു റസൂലിന്റെ അടുക്കലേക്ക് എത്തി. فقال سمعت رسول الله صلى الله عليه وسلم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ബിലാലിനോട്, യാ ബിലാൽ, ബിലാലേ അഖിമിസ് സ്വലാ, നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുക, അതല്ലെങ്കിൽ ഇഖാമത്ത് വിളിക്കുക, യഹ്നാ ബിഹാ, നമസ്കാരം കൊണ്ട് നമുക്ക് മനസ്സിന് ശാന്തി നൽകൂ ബിലാലേ എന്ന് അല്ലാഹു റസൂൽ വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിസ്കാരം എപ്പോഴും മനുഷ്യന്റെ മനസ്സിന് ശാന്തതയുണ്ടാക്കി തരും, ഹൃദയ വിശാലതയുണ്ടാക്കി തരും എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് പഠിപ്പിച്ചു. ഖുർആന്റെ അവതരണങ്ങളിലൂടെ, ഖുർആന്റെ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു. ഹൃദയ വിശാലത ലഭിക്കണമെങ്കിൽ നമസ്കാരം നിലനിർത്തണം. കുറേ വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 3-4 വിഷയങ്ങളാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക, തൗഹീദ് അടിയുറച്ചതാക്കുക, അതിലൊരിക്കലും ഒരു ചാഞ്ചല്യം ഉണ്ടാകാതെ സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ നമസ്കാരം കൃത്യമായി നിലനിർത്തുക. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വിശാലതയുണ്ടാകും. എല്ലാം ഉൾക്കൊള്ളാനും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകാനും കഴിയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കുകയും അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇബ്നു ഖയ്യിം റഹിമത്തുള്ളാഹി അലൈഹി പറഞ്ഞു, فالقرآن هو الشفاء الداء من جميع الأدواء القلبية والبدنية وأدواء الدنيا والآخرة وما كل أحد يؤهل ولا يوفق للاستسقاء. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്കുള്ള ഒരു ശിഫയാണ്, ഒരു ശമനമാണ് വിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല അഥവാ ദുനിയ വൽ ആഖിറ,
ദുനിയാവും ആഖിറത്തും നന്നാക്കിയെടുക്കുന്നതിനുള്ള ഒരു മറുമരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് അദ്ദേഹം ഇബ്നു ഖയ്യിം റഹിമത്തുള്ളാഹി അലൈഹി പറയുന്നു. ഒരു മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ നന്നാക്കി സ്ഫുടം ചെയ്യുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. ആ ഖുർആന്റെ വചനങ്ങൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മനഃപ്പാഠമാക്കുകയോ അതിന്റെ അർത്ഥം പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സിനും അതോടൊപ്പം തന്നെ ശരീരത്തിനും സുഖമുണ്ടാകുന്ന കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം. ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഏറ്റവും നല്ല ഒരു മൗഇദത്ത് വന്നിട്ടുണ്ട്. മാത്രവുമല്ല വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനുഷ്യന്റെ മനസ്സുകളെ ശാന്തമാക്കുന്ന, വിശാലമാക്കുന്ന, മനുഷ്യന്റെ മനസ്സുകളിലുള്ള മാലിന്യങ്ങളെ നീക്കം കളയുന്ന, മനുഷ്യന്റെ മനസ്സുകളിലെ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്ന, അതിന്റെ വേദനകളെ കുറക്കുന്ന, അതിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന വിഷയമാണ് വിശുദ്ധ ഖുർആനുമായുള്ള അടുപ്പം എന്ന് അദ്ദേഹം പഠിപ്പിച്ചില്ല. റസൂൽ പറഞ്ഞു, ഖുർആനുമായി വിശ്വാസികൾ അടുക്കുന്നിടത്തോളം അവരുടെ മനസ്സിന് വിശാലത കൂടും. ഖുർആനിൽ നിന്ന് മനുഷ്യൻ അകലുന്നിടത്തോളം അവന്റെ മനസ്സ് ഇടുങ്ങിയതാകും. നാലാമത്തെ കാര്യം, ഖുർആനുമായി എപ്പോഴും നമ്മൾ ബന്ധമുണ്ടാവും. ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ള കാരണം ഖുർആൻ റമദാനിൽ നമ്മൾ നിരന്തരമായി ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും നമസ്കാരവും ദിക്റുകളും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അവിടെ നിങ്ങൾ കുറച്ച് വിട്ട് 2 ആഴ്ച കഴിയുമ്പോഴേക്ക് അത് നിർത്തിവെക്കാനുള്ളതല്ല. സുബഹി നമസ്കാരം കഴിയുമ്പോൾ 10 പേജെങ്കിലും ഖുർആൻ ഓതാ, വേണ്ട 5 പേജെങ്കിലും ഖുർആൻ ഓതാ. മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ 5. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ജുസ് പാരായണം ചെയ്ത് തീർത്തിരുന്നു. ഇനി 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ജുസ് പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് 5 പേജ് രാവിലെയും 5 പേജ് വൈകുന്നേരവും മോദി 2 ദിവസം ആകുമ്പോഴേക്കും 20 പേജാവും ഒരു ജുസ് ആവും. ഈ 2 മാസം കഴിയുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കുന്ന അവസ്ഥയിൽ അടുത്ത റമദാൻ നമ്മളിലേക്ക് വരുന്നത് വരെ ഖുർആനുമായിട്ടുള്ള ഈ ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്യുക എന്നതും അതിന്റെ ആയത്തുകൾ പ്രാവർത്തികമാക്കുക എന്നതും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിൽ എപ്പോഴും ശാന്തതയും സമാധാനവും, കുടുംബങ്ങളിൽ പോലും വീടകങ്ങളിൽ പോലും ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഖുർആൻ ഓതാനാ വല്യപ്പമാരും വല്യമ്മമാരൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്. ആ ഒരു ശൈലിയിലേക്ക്, ആ ഒരു കാലത്തിലേക്ക്, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരാനാണ് വിശുദ്ധ ഖുർആൻ വീടുകളിൽ വെച്ച് എന്നും പാരായണം ചെയ്യാൻ മക്കളും അതോടൊപ്പം തന്നെ ആളുകളും രക്ഷിതാക്കളും ഒക്കെ തയ്യാറാവുക. അതല്ല എങ്കിൽ പള്ളികളിൽ നമസ്കരിച്ച് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഖുർആൻ പാരായണം ചെയ്യുന്ന ശൈലി അല്ലെങ്കിൽ ആ ഒരു ശീലം നമ്മൾ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. 5-ാമത്തേതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ പാരായണത്തോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിശാലമാവുകയും ശാന്തമാവുകയും ചെയ്യണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാവണം. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിക്കുകയും അങ്ങനെ വിശാലമായിരിക്കുന്ന ഹൃദയത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. 6-ാമത്തെ കാര്യം, പ്രാർത്ഥന ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടേതായിരിക്കുന്ന ലൗകിക കാര്യങ്ങളെ, ഭൗതിക കാര്യങ്ങളെ, ദുനിയാവിന്റെ കാര്യങ്ങളെ, ആഖിറത്തിന്റെ കാര്യങ്ങളെ, ഖബറിലെ വിഷയങ്ങളെ, ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, സ്വീകരിക്കുന്ന കാര്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥന ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. രോഗികളെ ചേർത്ത് പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് വിശാലമായിരിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. കാരണം എന്താ അറിയോ, നമ്മളൊരു രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ സുഖത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക. റസൂൽ അങ്ങനെ പറഞ്ഞല്ലോ, ഒരു രോഗിയെ എന്നും ഒരു രോഗിയെ സന്ദർശിക്കാനും ഒരു മയ്യത്ത് നമസ്കരിക്കാനും ഒരു പാവത്തിന് ഭക്ഷണം കൊടുക്കാനും കഴിയുന്നവൻ മഹാഭാഗ്യവാനെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനശീലരായ സഹാബാക്കളോടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ രോഗികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒന്നാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസത്തിലെ കളക്ഷൻ എന്നത്. അടുത്ത ആഴ്ചയാണ് ഇൻഷാ അല്ലാഹ് അതിനുള്ള കളക്ഷൻ നമ്മൾ കാര്യമായി തന്നെ ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അത് നമ്മൾ നിലനിർത്തുക തന്നെ വേണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ച് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകൾ, പിഴവുകൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്.
ഞങ്ങളുടെ പാപങ്ങളെ, പിഴവുകളെ, തെറ്റുകളെ പൊറുക്കാൻ നിനക്ക് മാത്രമാണ് റബ്ബേ കഴിയുക. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു മാപ്പാക്കിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു തരണേ റഹ്മാനെ. രോഗം കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ അടക്കമുള്ള ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, കൂട്ടുകാർ, അല്ലാഹുവേ, നേരത്തെ ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. യുദ്ധഭീതിയിൽ കഴിയുന്ന മുസ്ലിങ്ങളായിരിക്കുന്ന ഒരുപാട് ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ ശത്രുവായി കാണുകയും അവർക്ക് നൽകേണ്ടത് നൽകുകയും ചെയ്യണേ റഹ്മാനെ. അവരുടെ ഐക്യത്തെ തകർക്കണേ റഹ്മാനെ. അവരുടെ ആയുധങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചയക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.